ഹലോ ഗൈസ്, വെൽക്കം ടു SSYT. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തായാലും BGMAയിലെ നല്ല അടിപൊളി 5 ടിപ്സ് ആൻഡ് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ നമ്മൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ട്രിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ലൊക്കേഷൻ കണ്ടിട്ടില്ലേ, ഈ ഒരു കാർ മാപ്പിൽ കറക്റ്റ് കാണിച്ചിരുന്ന ഈ ഒരു ലൊക്കേഷൻ ഷെൽട്ടറിൻ്റെ ഒക്കെ ഈ ഭാഗത്തായിട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ സാധാരണ നമ്മൾ എന്ത് ചെയ്യുക, കാറൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി കാർ എടുക്കാൻ വേണ്ടിയിട്ട് ഉള്ളിൽ പോയിട്ട് കാർ എടുക്കുക ചെയ്യുക. പക്ഷേ ഇവിടെ ഒരു ട്രിക്ക് ഉണ്ട്. ഈ ഒരു മോൾ ഭാഗം കണ്ടില്ലേ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ നമ്മുടെ വാട്ടർ ഗണ്ണില്ലേ, നമ്മുടെ ഇവൻറ്റിലുള്ള വാട്ടർ ഗൺ, ആ ജസ്റ്റ് വാട്ടർ ഗൺ ഇതിൻ്റെ മുകളിലേക്ക് കറക്റ്റ് ഈ പറഞ്ഞ പ്ലേസിലേക്ക് ഒന്നിടുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് കേട്ടോ, അടിപൊളി നമ്മൾ സീക്രട്ട് ആയിട്ടുള്ളൊരു പ്ലേസിൽ കയറും. ഓക്കെ, ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഒരു ഇനിമി നമ്മളെ പ്രതീക്ഷിക്കില്ല ഇവിടെ നമ്മൾ ഇതിൻ്റെ ബാക്കിൽ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്നിട്ട് തന്നെ എനിമീസിനൊക്കെ അടിച്ചിടാൻ പറ്റും. ഒരിക്കലും പെട്ടെന്ന് സ്പോട്ട് ചെയ്യാൻ പറ്റാത്തൊരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ക്യാമ്പ് ചെയ്യണമെന്നുള്ള ആൾക്കാരാണെങ്കിൽ പോലും, അല്ലെങ്കിൽ നല്ല നല്ല സർവൈവ് ചെയ്യണം, ലാസ്റ്റ് സോൺ വരെ നിൽക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ നിന്നിട്ട് ഫൈറ്റ് എടുക്കാനും പറ്റും. ഈ സൈഡിൽ നിന്നിട്ട് രണ്ട് സൈഡിലേക്ക്, ലെഫ്റ്റ് അല്ലെങ്കിൽ റൈറ്റിലേക്ക് നമുക്ക് ഈസി ആയിട്ട് അടിച്ചിടാൻ പറ്റും. നമുക്ക് നല്ലൊരു കവർ ഉണ്ട്. ഓക്കെ, ഒരിക്കലും ഒരു എനിമി സ്പോട്ട് ചെയ്യില്ല ഇതിൻ്റെ മുകളിലൊക്കെ നമുക്ക് നിൽക്കാൻ പറ്റുന്നുള്ള ഒരിക്കലും വിചാരിക്കില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ അടിപൊളി പ്ലേസ് ആണ്. ഇറാങ്കിൾ മാപ്പിൽ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇറാങ്കിൾ മാപ്പിൽ നിങ്ങൾ പ്ലേ ചെയ്യുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഇവിടെ നിന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ട്രിക്കാണ്. ഓക്കെ, അപ്പോൾ എന്താ ഇത് നമ്മുടെ ഒന്നാമത്തെ ട്രിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ട്രിക്ക്, രണ്ടാമത്തെ ട്രിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറക്റ്റ് മിലിറ്ററി ബേസിൽ നമ്മൾ ഈ ഒരു പൊസിഷനിൽ വന്നിട്ടുണ്ടെങ്കിൽ, ഈ ഒരു സൈഡിലെ ഈ ഒരു പൊസിഷൻ കറക്റ്റ് മാപ്പിൽ ഞാൻ കാണിച്ചിരുന്നുണ്ട്. ഈ ഒരു സൈഡിലുള്ള ഈ ഒരു ബിൽഡിംഗ് കണ്ടില്ലേ, ഇവിടെയാണ് നമ്മൾ രണ്ടാമത്തെ ട്രിക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിലേക്ക് കയറി വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ ഒരു നമ്മുടെ വാട്ടർ ഗണ്ണില്ലേ, ഇവൻറ്റിലുള്ള വാട്ടർ ഗൺ യൂസ് ചെയ്തിട്ട് നമ്മൾ ഏതെങ്കിലും ഈ ഒരു കറക്റ്റ് നേരെ കാണുന്ന ഏതെങ്കിലും ഒരു ഇതിൻ്റെ ഒരു ഷെൽഫിൻ്റെ മുകളിലേക്ക് ജസ്റ്റ് വാട്ടർ ഗൺ യൂസ് ചെയ്തിട്ട് കയറി നിൽക്കുക. ഓക്കെ, കയറി നിന്നിട്ടുള്ള അഡ്വാൻറ്റേജ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതല്ല, കറക്റ്റ് ഇപ്പോൾ ഞാൻ കാണിച്ചു തന്നാൽ മാത്രമല്ല കുറേ ബെനിഫിറ്റ് ഉണ്ട് ഈ ഒരു ഭാഗത്ത്. നമ്മൾ ഈ ഒരു വാട്ടർ ഗൺ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ സാധാ നമ്മൾ വാട്ടർ ഗൺ ഇവിടെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്ലേസിൽ നിന്നിട്ടുണ്ടെങ്കിൽ എനിമീസ് ഒരിക്കലും സ്പോട്ട് ചെയ്യില്ല. നമ്മൾ ഇതിൻ്റെ മുകളിൽ നിൽക്കുക കിടക്കുക എങ്ങനെ ചെയ്താലും ഒരിക്കലും പെട്ടെന്ന് ഒരാൾ പോലും കാണില്ല. കാരണം ഇതിൻ്റെ മുകളിലൊക്കെ ഒരാൾക്ക് നിൽക്കാൻ പറ്റുന്ന ഒരിക്കലും ഗസ് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്നിട്ട് നമുക്ക് ഈസി ആയിട്ട് ഫൈറ്റ് എടുക്കാൻ പറ്റും. ഈ ഒരു സൈഡ് മാത്രമല്ല, നമുക്ക് ഇതിനും കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് തന്നെ നമുക്ക് ഏത് സൈഡിലേക്ക് വേണമെങ്കിലും, ഇപ്പോൾ ആ ഒരു ഷെൽഫിൻ്റെ മുകളിലേക്ക് വേണമെങ്കിൽ അവിടെ ജസ്റ്റ് ഒന്ന് വാട്ടർ ഗണ്ണ് യൂസ് ചെയ്യുക. എന്നിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റും. അവിടെ നിന്നിട്ട് ആ ഒരു ഏരിയയിൽ നിന്നിട്ട് നമുക്ക് ബാക്കിയുള്ള സൈഡിലേക്കൊക്കെ എനിമീസിനെ അടിച്ചിടാൻ പറ്റും. ഈ ഒരു സൈഡിൽ നിന്നൊക്കെ എനിമീസ് വരുന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഏത് താഴത്തുള്ള ലെഫ്റ്റ് സൈഡിലോ ഏത് ഭാഗത്താണ് എനിമീസ് ഉള്ളത് അവിടെയൊക്കെ നമുക്ക് ഈസി ആയിട്ട് അടിച്ചിടാൻ പറ്റും. ഈ ഒരു പ്ലേസിൽ നിന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഓരോരോ പൊസിഷനിലേക്ക് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. നമ്മുടെ വാട്ടർ ഗണ്ണ് സെയിം നമ്മൾ യൂസ് ചെയ്യുക. നമുക്ക് ഏത് ഷെൽഫിൻ്റെ ഏത് സൈഡിലേക്കാണ് പോകേണ്ടത് അവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് വാട്ടർ ഗണ്ണ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എന്നിട്ട് നമുക്ക് എനിമീസിനൊക്കെ അടിച്ചിടാൻ പറ്റും. അപ്പോൾ ഈ ഒരു മിലിറ്ററി ബേസിലൊക്കെ അത്യാവശ്യം നല്ലോണം സ്കോഡും കാര്യങ്ങളൊക്കെ വരുന്ന പൊസിഷനാണ് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഇവിടെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ട്രിക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് ഈസി ആയിട്ട് നമുക്ക് എനിമീസിനൊക്കെ അടിച്ചിടാൻ പറ്റും. അപ്പോൾ എന്തായാലും നിങ്ങൾ നമ്മുടെ നെക്സ്റ്റ് ട്രിക്കിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ട്രിക്ക്. അതായത് നമ്മുടെ നെക്സ്റ്റ് ട്രിക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ നോവ സൈഡിലൊക്കെ ഉള്ള ഈ ഒരു ബ്രിഡ്ജ് കണ്ടിട്ടില്ല, ഈ ഒരു ബ്രിഡ്ജിലേക്ക് നമ്മളൊരു ബഗ്ഗിയായിട്ട് വരാം. ഓക്കെ, അവിടെ അടിപൊളി ട്രിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബഗ്ഗിയായിട്ട് വന്നിട്ട് ഈ ഒരു ബഗ്ഗിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് ഈ ഒരു ബ്രിഡ്ജിൻ്റെ താഴത്ത്, കറക്റ്റ് ഞാൻ പറയാം, നോവ സൈഡിൽ നിന്ന് വരുമ്പോൾ ഉള്ള ബ്രിഡ്ജാണ്. ഈ ഒരു ബ്രിഡ്ജിൻ്റെ ബാക്കിലേക്ക് ബഗ്ഗിയായിട്ട് വന്നിട്ട് ജസ്റ്റ് ഒന്ന് മുട്ടിച്ച് നിന്നിട്ട് ചേഞ്ച് സീറ്റ് അടിക്കുക. എന്നിട്ട് നമ്മൾ FPPയിലേക്ക് സ്വിച്ച് ചെയ്യുക. ഓക്കെ, FPPയിലേക്ക് സ്വിച്ച് ചെയ്തിട്ടുണ്ടോ അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു ബ്രിഡ്ജ് കാണാൻ പറ്റുന്നല്ല, നമുക്ക് അവിടെ അടിച്ചിടാൻ പറ്റും. നല്ല ഒരു അടിപൊളി ഗ്ലിച്ച് എന്നല്ല, നല്ല ഒരു ഈ ഒരു ഇതിൽ വെച്ച് നിന്നിട്ടുണ്ടെങ്കിൽ എനിമീസിനൊക്കെ സുഖമായിട്ട് അടിച്ചിടാൻ പറ്റും. ആ ഒരു സൈഡിൽ നിന്ന് വരുന്ന എനിമീസിനൊക്കെ ഈസി ആയിട്ട് അടിച്ചിടാം. ഞാൻ കറക്റ്റ് കാണിച്ചു തരുന്നുണ്ട് എങ്ങനെ ഫൈറ്റ് എടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഫയർ പോകുന്നുണ്ടോ എന്ന് കറക്റ്റ് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് നമ്മൾ ഇതിൻ്റെ മുകളിൽ നിന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഈസി ആയിട്ട് പുറത്തുള്ള എനിമീസ് വരുന്നുണ്ടെങ്കിൽ പോലും അവർക്ക് ഡാമേജ് കറക്റ്റായിട്ട് കൊള്ളും. അതിനൊരു എക്സാമ്പിളായിട്ട് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ജസ്റ്റ് ഞാൻ നമ്മുടെ ആ ഒരു വെഹിക്കിൾ ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് ഇവൻറ്റിൽ ഇവൻറ്റിലെ ആ ഒരു വെഹിക്കിൾ യൂസ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഫൈറ്റ് എടുത്ത് കാണിച്ചു തരാം. കറക്റ്റ് ഞാൻ ഇവിടെ താഴെ വന്നിട്ടുണ്ടോ, അത് അടിച്ചിടുമ്പോൾ കറക്റ്റ് ഡാമേജ് ആവുന്ന കണ്ടില്ലേ. അത് ഈസിയാണ്. ഇവിടെ നിന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ എനിമീസിനൊക്കെ സോളോ ആയിട്ട് തന്നെ നമുക്ക് ഫൈറ്റ് എടുക്കാൻ പറ്റും. ബ്രിഡ്ജിലോട്ടൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഫുൾ നമുക്ക് വൈപ്പ് അടിക്കാൻ പറ്റുന്നുള്ള കൺഫേമാണ്. അപ്പോൾ ഇവിടെ നിന്ന് കറക്റ്റ് ഡാമേജും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് പോകും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമ്മുടെ നെക്സ്റ്റ് ട്രിക്കിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ നെക്സ്റ്റ് ട്രിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഓഷ്യൻ പാലസിലാണ് നടക്കുന്നത്. ഓക്കെ, നാലാമത്തെ ട്രിക്ക് അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഓഷ്യൻ പാലസിലാണ്. നമ്മുടെ ഇവൻറ്റിലുള്ള ഓഷ്യൻ പാലസിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എനിമീസിനൊക്കെ അടിച്ചാൽ നല്ലൊരു അടിപൊളി സ്പോട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഈ ഒരു മാപ്പിലുള്ള ഞാൻ ഈ നിൽക്കുന്ന ഈ ഒരു ടവറിൻ്റെ ഈ ഒരു ഏകദേശം ഈ ഒരു സൈഡിൽ വന്നിട്ട് കറക്റ്റ് ഞാൻ കാണിച്ചിരുന്ന നേരെ കാണുന്ന ആ ഒരു ലൊക്കേഷനിൽ ഞാൻ നേരെ പോകുന്ന ഈ ഒരു കറക്റ്റ് എക്സാക്ട് ഈ ഒരു ലൊക്കേഷനിലേക്ക് നിങ്ങൾ വരാം. ഇവിടെ വന്നിട്ട് കറക്റ്റ് നിങ്ങൾ ഈ ഒരു എഡ്ജിൽ വന്ന് നിന്നിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് വാട്ടറിൻ്റെ ഉള്ളിൽ, അതായത് വെള്ളത്തിൻ്റെ അടിയിൽ തന്നെ നമുക്ക് നിന്നിട്ട് ഗണ്ണ് എടുത്തിട്ട് നമുക്ക് ഈസി ആയിട്ട് ഫൈറ്റ് എടുക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ ഇതിൻ്റെ താഴത്ത് നിന്നിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് റൗണ്ട് നമ്മളിവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഈസി ആയിട്ട് എനിമീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അടിച്ചിടാൻ പറ്റും. കറക്റ്റ് ഈ ഒരു വാട്ടറിലേക്ക് ട്രൈ ചെയ്തിട്ട് എനിമീസിനൊക്കെ അടിച്ചിടാൻ പറ്റും. ഈ ഒരു പൊസിഷൻ എന്നുണ്ടെങ്കിൽ ആരും പെട്ടെന്ന് സ്പോട്ട് ചെയ്യില്ല. കാരണം നമ്മൾ ഈ ഒരു രണ്ട് കല്ലിൻ്റെ ഇടയിൽ കറക്റ്റ് ഈ ഒരു ചെറിയൊരു എഡ്ജിലാണ് നിൽക്കുന്നത്. അപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് എനിമീസിനെ അടിച്ചിടാൻ പറ്റും. നമ്മുടെ ബാക്കിൽ സൈഡിൽ നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കവറാണ്. അപ്പോൾ അത്യാവശ്യം നമ്മൾ ഫ്രണ്ട് സൈഡിലേക്ക് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, നമുക്ക് ഈസി ആയിട്ട് ഈ ഭാഗത്തുള്ള എനിമീസിനൊക്കെ അടിച്ചിടാൻ പറ്റുന്ന ഒരു നല്ലൊരു സ്പോട്ടാണ്, ഗണ്ണ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതേപോലെ തന്നെ നമ്മുടെ നെക്സ്റ്റ് ട്രിക്കിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ നാലാമത്തെ ട്രിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടവറിൻ്റെ സൈഡാണ്. ഇനി നമ്മുടെ നെക്സ്റ്റ് ട്രിക്ക് നമ്മുടെ അഞ്ചാമത്തെ ട്രിക്കിലേക്ക് പോകാം. ഓക്കെ, അഞ്ചാമത്തെ ട്രിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ സെയിം നമ്മൾ നേരത്തെ കാണിച്ച ട്രിക്കിൻ്റെ ആ ഒരു പൊസിഷൻ തന്നെ ഏകദേശം ഈ ഒരു സൈഡിലായിട്ട് ഈ ഒരു എഡ്ജ് കണ്ടില്ലേ, നേരെ കാണുന്ന എഡ്ജ് അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക്
ഒന്ന് സ്വൈപ്പ് ചെയ്ത് മുകളിലേക്ക് പോയിട്ട് അവിടെ നമുക്ക് ഇറങ്ങാൻ പറ്റും. സാധാരണ ഇത് വാട്ടറിൻ്റെ ഉള്ളിലാണ് സ്ഥലം, പക്ഷേ നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റും. ഇവിടെ നമുക്ക് കറക്റ്റ് നിന്നിട്ട് ഗണ്ണെടുത്തിട്ട് ഫൈറ്റ് എടുക്കാൻ പറ്റും. കറക്റ്റ് ആ ടവറിൻ്റെ മുകളിലേക്കും അല്ലെങ്കിൽ മീൻസ് ആ ഒരു വെള്ളത്തിലൂടെ പോകുന്ന എനിമീസിനൊക്കെ നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന് അടിച്ചിടാൻ പറ്റും. ഞാൻ തൊട്ട് മുന്നിൽ കാണിച്ചു തരാം. ഇവിടെ ഇപ്പുറത്തേക്ക് നമ്മൾ പോകുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ വാട്ടർ ആയിരിക്കും, മീൻസ് നമ്മൾ ഇപ്പുറത്തേക്ക് മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ വെള്ളമായിരിക്കും. പക്ഷേ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എനിമീസിനെ അടിച്ചിടാൻ പറ്റും. ഒരിക്കലും പെട്ടെന്ന് ഒരാൾ സ്പോട്ട് ചെയ്യില്ല ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒരാളുണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് ഫൈറ്റ് എടുക്കാൻ പറ്റും. കാരണം ഇവിടെ നമുക്ക് ഗണ്ണ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആരും കുറേ ആൾക്കാർക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാവും, പക്ഷേ അറിയാത്തൊരു കുറേ ആൾക്കാരുണ്ടാവും. അപ്പോൾ എന്തായാലും ആ ഒരു സൈഡ് നല്ലൊരു പൊസിഷനാണ്. ഓക്കെ, അപ്പോൾ ഓഷ്യൻ പാലസിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ 5 ടിപ്സ് ആൻഡ് ട്രിക്കും കാര്യങ്ങളും. വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള 5 ടിപ്സ് ആൻഡ് ട്രിക്കും നിങ്ങൾക്ക് ബെനിഫിറ്റ് ആയിരിക്കും, ഉറപ്പാണ്. നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോസും കാര്യങ്ങളുമായിട്ട് ഇനിയും വരും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലത്തെ ഇനിയും അടിപൊളിയായിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള BGMയിലെ അല്ലെങ്കിൽ PUBG മൊബൈലിലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടിപ്സ് ആൻഡ് ട്രിക്കും കാര്യങ്ങളും വേണമെന്നുണ്ടെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൻ ഓളിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക. അപ്പോൾ എന്തായാലും ഒരു അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഗുഡ് ബൈ.